പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ഒക്കെ ഇന്നത്തെ കാലത്ത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എത്ര പേർക്കറിയാം ഇങ്ങനെയൊരു സർജറി കണ്ടുപിടിച്ചതും ഇത് പോസിബിൾ ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതും ഒരു ഇന്ത്യക്കാരനാണെന്ന്. 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും യുദ്ധം നടക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കാളവണ്ടി ഓടിച്ചിരുന്ന കവാസ്ജി എന്ന് പറയുന്ന വ്യക്തിയുടെ മൂക്ക് ടിപ്പു സുൽത്താന്റെ ഉത്തരവ് പ്രകാരം കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ചെയ്തത് കവാസ്ജിയെ മെന്റലിയും ഫിസിക്കലിയും ഒരുപാട് അഫക്ട് ചെയ്യുകയും നാണക്കേട് മൂലം ഒരു വർഷത്തോളം വീട്ടിൽ തന്നെ ചെലവഴിക്കുകയും ചെയ്യുന്നു. ആ കാലഘട്ടങ്ങളിൽ ഇതിനെന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഒന്നും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വർഷത്തോളം മൂക്കില്ലാതെ ജീവിച്ച കവാസി ഒരു വർഷത്തിനു ശേഷം പൂനെയിലുള്ള ഒരു പ്രാദേശിക ആയുർവേദ വൈദ്യനെ ചെന്ന് കാണുന്നു. ഇന്ത്യൻ ശസ്ത്രക്രിയ വിദഗ്ധനായിട്ടുള്ള സുശ്രുതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള അതേ ശസ്ത്രക്രിയ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും കവാസിയുടെ നെറ്റിയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മൂക്കിന്റെ ഭാഗത്ത് തുന്നി പിടിപ്പിക്കുന്നു. അത് കാണാൻ എക്സാക്ട്ലി നാച്ചുറൽ നോസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് 1794 യൂറോപ്പിലുള്ള ഒരു മാഗസിൻ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയാ രീതിയെ പറ്റി ലോകമെമ്പാടും അറിയുന്നത്.